ഭയങ്കര നല്ല റെസ്പോൺസ് നമുക്ക് അകത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പുറത്തും അതേ റിപ്പോർട്ട് വരുന്നു. ഇങ്ങനെ കുറച്ച് പേര് കോളൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. കൂടുതൽ സ്പ്രെഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമ്മളൊരു എൻ്റർടൈനർ സിനിമയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് കണ്ട് നമ്മൾ ഹാപ്പി ആവുന്നതിനപ്പുറമായിട്ട് നമ്മളിത് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തൊരു സിനിമയാണ്. കൂടുതൽ പേര് കാണണം, കൂടുതൽ പേര് ഇതേപ്പറ്റി പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. സ്പ്രെഡ് ചെയ്യാം നിങ്ങളെല്ലാവരും. സന്തോഷം പ്രേക്ഷകരോടൊപ്പം കണ്ട് അവരുടെ റിയാക്ഷൻ എന്താ പറയുക, നമ്മൾ ആ ഒരു എനിവേ ഫോർമാലിറ്റിക്ക് വേണ്ടി പറയല്ല. മൈക്ക് ഇച്ചിരി മാറ്റി എങ്ങനെ പറയണമെന്നറിയാൻ പറ്റില്ല. കാണുക, അത്രയേ ഉള്ളൂ. നല്ലൊരു മീര മാഡത്തിൻ്റെ ഒരു തിരിച്ചറിവെന്നോടെ പറയാം. നല്ല പടമാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ കാസ്റ്റിംഗ് കൊള്ളാം. പിന്നെ മീരാദാസ് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം, തീർച്ചയായിട്ടും നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അശ്വിനായാലും അതേപോലെ തന്നെ മീരാസ്മിനായാലും പിന്നെ ശാന്തികൃഷ്ണ ചേച്ചി അതുപോലെ അമൃതലക്ഷ്മി ഇതുവരെ എല്ലാവരും കാസ്റ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. നല്ലൊരു കുടുംബം. മെസ്സേജുള്ളൊരു സിനിമ തന്നെയാണ്. എൻ്റെ ലൈഫും ഇതിൽ ടച്ച് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ജീവിതത്തിലും ഈ ഒരു ഏജ് ലിമിറ്റുള്ള ആൾക്കാരായിട്ട് ഒരു വിവാഹം വന്നതാണ്, ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അപ്പോൾ ഇതൊരു മെസ്സേജുള്ള സിനിമയാണ്. കാരണം ഇതിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകുന്ന അവസാനം ഒരുമിച്ചാവുന്നു. നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ്. ഇഷ്ടപ്പെട്ടു.